എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് മനോദൃശ്യം അഥവാ വിഷ്വലൈസേഷൻ എങ്ങനെ എളുപ്പം ചെയ്യാം എന്ന് ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പറഞ്ഞതിനെക്കുറിച്ചാണ്. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതിൽ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണണേ. ഞാൻ തുടർന്ന് വായിക്കുകയാണ്. നമുക്ക് അറിയാത്ത ഒട്ടേറെ ശക്തികളും സാധ്യതകളും നമ്മിലുണ്ട്. അക്കൂട്ടത്തിൽ അതിവിശിഷ്ടമായ ഒന്നാണ് മനോദൃശ്യം. ജനേവ് ബെഹ്റൻഡ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. ഇനി ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്, സുശക്തമായ പ്രക്രിയയുടെ പ്രവർത്തന രീതി, അതായത് വിഷ്വലൈസേഷൻ്റെ പ്രവർത്തന രീതി. മാർസി ഷിമോഫ് പറയുന്നു, ജീവിതത്തിൻ്റെ മാസ്മരിക ശക്തി അറിഞ്ഞു ജീവിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ ഉള്ള ഒരേ ഒരു വ്യത്യാസം ജീവിതത്തിൻ്റെ മാസ്മരിക ശക്തിയുടെ വഴിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന് പരിശീലിതമായ ചിട്ടയുണ്ട് എന്നതാണ്. ആകർഷണ തത്വം ഉപയോഗിക്കുന്നത് അവർക്കൊരു ശീലമാണ്. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കും. കാരണം അവർ ഇത് ഓർമ്മയോടെ പ്രയോഗിക്കും. ഒരു തവണ മാത്രം പരീക്ഷിച്ച് വിട്ടുകളയുകയില്ല. ആകർഷണ തത്വത്തിൻ്റെ ശക്തിയും പ്രപഞ്ചത്തിൻ്റെ കുറ്റമറ്റതും പരിശുദ്ധവുമായ പ്രവർത്തന ഭൂമികയും വ്യക്തമാക്കുന്ന രണ്ട് യഥാർത്ഥ സംഭവങ്ങൾ പറയാം. ആദ്യത്തെ കഥ ജിയാനി എന്ന സ്ത്രീയുടേതാണ്. അവർ രഹസ്യത്തിൻ്റെ ഒരു DVD വാങ്ങി. അതിൻ്റെ സന്ദേശം തൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ആഗിരണം ചെയ്യണം എന്ന ചിന്തയോടെ അവർ അത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും മുടങ്ങാതെ കാണുമായിരുന്നു. ബോബ് പ്രോക്ടർ അവരെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹത്തെ നേരിൽ കാണണം എന്ന അതിയായ ആഗ്രഹം അവർക്ക് ഉണ്ടായി. ഒരു ദിവസം കാലത്ത് തപാൽ പെട്ടി തുറന്ന് കത്തുകൾ എടുത്തപ്പോൾ അവർ ശരിക്കും വിസ്മയിച്ചു പോയി. പോസ്റ്റ്മാൻ അബദ്ധത്തിൽ ബോബ് പ്രോക്ടർക്കുള്ള കത്ത് അവരുടെ പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ബോബ് പ്രോക്ടർ താമസിക്കുന്നത് അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ കെട്ടിടത്തിൽ ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ജിയാനിയുടെയും ബോബ് പ്രോക്ടറുടെയും വീട്ടു നമ്പറുകൾ ഒന്നു തന്നെ ആയിരുന്നു. അവർ ഉടൻ തന്നെ ആ കത്തുമായി യഥാർത്ഥ മേൽവിലാസത്തിലേക്ക് പോയി. കതക് തുറന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബോബ് പ്രോക്ടറെ നേരിൽ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആനന്ദം അവർണ്ണനീയമാണ്. ധാരാളം യാത്ര ചെയ്യുന്ന ബോബ് പ്രോക്ടർ വളരെ അപൂർവമായി മാത്രമേ വീട്ടിൽ ഉണ്ടാകാറുള്ളൂ. അത്ര കൃത്യമായ സമയനിർണയത്തോടെയാണ് പ്രപഞ്ചം പ്രവർത്തിക്കുക. ബോബ് പ്രോക്ടറെ നേരിൽ കാണണം എന്ന ആഗ്രഹം ജിയാനിയുടെ മനസ്സിൽ ഉദിച്ച നിമിഷം മുതൽ ആകർഷണ തത്വം പ്രവർത്തിച്ചു. വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഈ കാര്യം സംഭവിക്കാൻ ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്